ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഫാമിലി വീക്കിന്റെ അവസാന ദിവസമായിട്ട് ജാസ്മിന്റെ ഫാമിലിയാണ് ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. ജാസ്മിന്റെ അച്ഛനും അമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി കഴിഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഗബ്രിയുടെ ഫോട്ടോ ജാസ്മിന്റെ വാപ്പ എടുത്തു മാറ്റി, അല്ലെങ്കിൽ അത് കീറിക്കളഞ്ഞു എന്നൊരു രീതിയിൽ ഒരു അപ്ഡേറ്റ് ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിലും അതുപോലെ തന്നെ നാളത്തെ ലൈവിലുമായിട്ട് നമുക്കിത് കാണാം. ജാസ്മിൻ നല്ല രീതിയിൽ സങ്കടപ്പെട്ട് കരയുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നാളത്തെ എപ്പിസോഡിൽ ഗബ്രിയുടെ ഫോട്ടോ ഒരുപാട് അഭിനയങ്ങൾക്കിരയായ ഒരു ഫോട്ടോയാണിത്. കാരണം ജാസ്മിൻ ഈ പറയുന്ന എന്ത് പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായി കഴിഞ്ഞാലും അപ്പൊ തന്നെ ആ ഫോട്ടോയുടെ മുന്നിൽ ചെന്നിരുന്ന് അങ്ങോട്ട് സങ്കടം പറയും, സന്തോഷം പറയും, ഗബ്രിയെ ഫോട്ടോയിലൂടെ കൊഞ്ചിക്കും. ഗബ്രി റിയൽ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായപ്പോൾ പോലും ഇത്തരത്തിൽ പെരുമാറാത്ത ജാസ്മിൻ ഒരു ഫോട്ടോ വെച്ചിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അതേസമയം തൊട്ടപ്പുറത്ത് അച്ഛനും അമ്മയും സഹോദരനും കൂടി നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ ഇരിപ്പുണ്ട്. അതിൽ നോക്കിയിട്ടൊന്നും ജാസ്മിൻ സങ്കടം പറയില്ല, സന്തോഷം പങ്കുവയ്ക്കില്ല, കൊഞ്ചിക്കില്ല, താലോലിക്കില്ല, ഒന്നും ചെയ്യില്ല. ജാസ്മിന്റെ അഭിനയം മൊത്തം കാണിക്കുന്നത് ഈ ഫോട്ടോന്റെ മേലത്താണ്. ഗബ്രി അവിടെ ഉണ്ടായപ്പോൾ പോലും ഇത്തരത്തിൽ ജാസ്മിൻ ഗബ്രിയോട് പെരുമാറിയിട്ടില്ല. ഇത്രയും വലിയൊരു ഇഷ്ടം ഗബ്രിയോട് ജാസ്മിൻ ഉണ്ടെന്ന് തെളിയിച്ചിട്ടില്ല. ഈ ഒരു സമയത്ത് ഗബ്രി പുറത്തു പോയതിനു ശേഷം മറ്റേ നമ്മ പറയില്ലേ, സഹതാപതരംഗം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിലൂടെ കുറച്ച് വോട്ട് കിട്ടുമേ കണ്ടസ്റ്റന്റിന്. ആ വോട്ടിന് വേണ്ടിയാണ് ജാസ്മിൻ ഈ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ വളരെ മോശം പരിപാടിയാണ്. അത് എന്തായാലും വീട്ടുകാർ വന്നങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞു, അല്ലെങ്കിൽ അതെടുത്ത് മാറ്റി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. എന്തൊക്കെയായാലും നല്ല ഒരു കാര്യം തന്നെയാണ് ചെയ്തു വെച്ചിരുന്നത്. ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ആദ്യം മുതൽക്കേ കാണാനിരിക്കുന്ന ഒരു ഫാമിലിയാണ് ജാസ്മിന്റെ ഫാമിലി. ഇപ്പൊ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് സീസൺ 6 എന്താണ് സംസാര വിഷയമായൊരു വ്യക്തിയാണ് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ. അത് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒരുപോലെ കോണ്ടന്റുകൾ എന്താണെന്ന് വാരി നിറച്ചൊരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മളുടെ ഈ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ആണ് ഈ 6 സീസണുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് ചാനലിന് ഉണ്ടാക്കി കൊടുത്ത സീസൺ. തീർച്ചയായിട്ടും അതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ. അത് പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, ജാസ്മിന് വോട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സംസാര വിഷയമായ കുറച്ചധികം കണ്ടസ്റ്റന്റിൽ ഒരാൾ തന്നെയാണ് ജാസ്മിൻ. പിന്നീട് നമ്മുടെ ജിൻഡോ. എന്തൊക്കെയായാലും ജാസ്മിന്റെ അമ്മ മാത്രമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം അറിഞ്ഞൊരു കാര്യം. പിന്നീട് സഹോദരനും കൂടി ഉണ്ടെന്ന് അറിഞ്ഞു. പക്ഷെ ഈ സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നത് ജാസ്മിന്റെ അച്ഛനും അമ്മയും 100% കൺഫേം ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഈ ഒരു പരിപാടിയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ജാസ്മിനായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു. കീറിക്കളയേണ്ട ആ ഒരു ഫോട്ടോ എടുത്ത് ജാസ്മിന്റെ വാപ്പ ആ ഒരു ഫോട്ടോ നീക്കം ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കീറിക്കളഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ നീക്കം ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നാളത്തെ ലൈവും എപ്പിസോഡും കണ്ടതിന് ശേഷം കൺഫേം ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും. ദെൻ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഗബ്രിയുടെ ആ ഒരു ഫോട്ടോ കീറിക്കളഞ്ഞതിനോട്. ഇപ്പൊ ഗബ്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് ജാസ്മിനാണ്. ഇതൊരു കല്യാണത്തിലേക്ക് പോവില്ല, ഇതൊരു പ്രണയത്തിലേക്കോ അല്ലെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് പോവില്ല എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തിയിട്ടാണ് ഗബ്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ഗബ്രി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഗബ്രി ഒരു തെറ്റും ചെയ്തില്ല എന്നല്ല, പൂർണ്ണമായിട്ടും ഗബ്രിയെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ജാസ്മിന്റെ ഭാഗത്താണ് ഇതിനകത്ത് വലിയൊരു പങ്കും തെറ്റ് ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ജാസ്മിന് കിട്ടേണ്ടത് തന്നെയാണ്. മാതാപിതാക്കൾ വരുമ്പോൾ ശാസിക്കുകയും പിണങ്ങുകയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഗബ്രി ആയിട്ടുള്ള കാര്യങ്ങൾ, ഗബ്രി ആയിട്ട് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും പിന്നെ പുറത്ത് നടന്ന ചില കാര്യങ്ങളും കൂട്ടിക്കലർത്തിക്കൊണ്ട് ജാസ്മിന് നല്ല രീതിയിൽ പണി കൊടുത്തിട്ടുണ്ട്. ഫാമിലി ചെന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഹിന്ദി രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിനായിട്ട് സംസാരിച്ചതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അത് കാണാൻ സാധിക്കും. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് നാളത്തെ എപ്പിസോഡ്. TRP റേറ്റിംഗുകളെ കടത്തി വെട്ടി റോക്കറ്റ് പോലെ കുതിച്ചു വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.